1950 മുതൽ 60 കാലഘട്ടത്തിലെ വടക്കൻ കേരളത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഐതിഹ്യം. ഈ സമയത്ത് ചാതുർവർണ്ണ്യ അഥവാ ജാതി വ്യവസ്ഥ പ്രബലമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ബ്രാഹ്മണ, ക്ഷത്രിയ, നായർ, ഈഴവ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. ഇവരെല്ലാം താഴ്ന്ന ജാതികൾ എന്ന് വിളിക്കപ്പെടുന്ന പുലയ, പറയ, പാണ, ചോക്ലിയർ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ജാതികളായി കണക്കാക്കപ്പെട്ടിരുന്നു. കേരളത്തിന് ഒരു കാർഷിക സമൂഹമുണ്ടായിരുന്നു. കുടുംബങ്ങൾക്കുള്ളിലും അവയ്ക്കിടയിലും തർക്കങ്ങളും മറ്റു കുടുംബ വിള്ളലുകളും സാധാരണമായിരുന്നു. നായർ, ഈഴവ കുടുംബങ്ങളിൽ ഇത് സാധാരണയായി ഒരു ഭയാനകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. അതിൽ കൊലപാതകം ഉൾപ്പെടാം. എന്നാൽ ഉയർന്ന ജാതി കുടുംബങ്ങൾ താഴ്ന്ന ജാതി കുടുംബങ്ങളിൽ നിന്നുള്ള ഒടിയക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന വൃത്തികെട്ട ജോലികളിൽ ഏർപ്പെടില്ല. ഒടിയന്മാർ അടിസ്ഥാനപരമായി ഏറ്റവും ദുഷ്ടമായ ബ്ലാക്ക് മാജിക് രൂപമായ ഒടിവിദ്യ പരിശീലിക്കുന്ന ആളുകളാണ്. ഒടിയനെക്കുറിച്ചുള്ള ഇതിഹാസങ്ങൾ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി അവർ ഒരേ തരക്കാരാണ്. ഒടിയൻ ഒരു മാന്ത്രികൻ, ആനിമാഗസ് ആണ്. നിങ്ങൾക്കതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾ ഹാരി പോട്ടർ വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നിരവധി അമാനുഷിക കഴിവുകളുണ്ട്. അവയിൽ ചിലത് 4 കൈകൾ ഓടാനും വളരെ ഉയരത്തിൽ ചാടാനും വളരെ വേഗത്തിൽ മരങ്ങൾ കയറാനുമുള്ള കഴിവ്, മനുഷ്യത്വരഹിതമായ കരുത്ത്, തീർച്ചയായും രൂപം മാറാനുള്ള കഴിവ് എന്നിവയാണ്. എല്ലാത്തരം രാക്ഷസന്മാരും ആത്മാക്കളും നിറഞ്ഞ വൈവിധ്യമാർന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും കേരളത്തിലുണ്ടെങ്കിലും ഇന്നും ആളുകളുടെ ഹൃദയങ്ങളിൽ അത് കുത്തിവെക്കുന്ന ഭയം കൊണ്ടാണ് ഒടിയൻ വേറിട്ടു നിൽക്കുന്നത്. ഒടിയന്റെ ഇതിഹാസം ഏറ്റവും പ്രചാരമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. അവിടുത്തെ വനപ്രദേശങ്ങളും ഓരിയിടുന്ന കാറ്റും വളരെ വിചിത്രമാണ്. ഒടിയനെ ഒരുതരം കരാർ കൊലയാളിയായി കാണാം. അത് കൂടുതൽ ഭയാനകമാകാൻ പോകുന്നു. പാർട്ട് 2 വേണ്ടി സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് ചെയ്യൂ.